കർമ്മ ന്യൂസിലെ അവതാരക എന്ന രീതിയിൽ വലിയ വലിയ വിഷയങ്ങളൊക്കെ പറയുമെങ്കിലും എനിക്കങ്ങനെ വലിയ വിഷയങ്ങളൊന്നും പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ് ശീലമില്ല എന്ന് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഒരു ആവശ്യമുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ പലപ്പോഴും വാക്കുകൾ കൊണ്ടും എൻ്റെ പ്രസൻസ് കൊണ്ടും ഒരു സാന്നിധ്യമായും അല്ലെങ്കിൽ അവർക്ക് ആശ്വാസമായും നിന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പമാകട്ടെ, എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പമാകട്ടെ, അങ്ങനെ ഒരുപാട് പേരോട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ടാകാം ബോധ്യത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്നെ സമീപിച്ചതും എനിക്കിങ്ങനെ ഒരു ആദരം നൽകാൻ അവർ തയ്യാറായതും ഒപ്പം ബോധ്യത്തിന്റെ ഭാഗമാകണം, ബോധ്യത്തിനോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതും. അതിന് ആദ്യമേ ശ്രീ മനോജ് സാറിനും കലാമേഡത്തിനും ഇതിന്റെ എല്ലാ സംഘാടകർക്കും നന്ദി പറയുന്നു. മാഡം ഇവിടെ പ്രസംഗിച്ചതുപോലെ, എനിക്ക് തൊട്ടു മുന്നേ മാഡം പറഞ്ഞതുപോലെ, ആദരവ് എന്നതല്ല വലിയ കാര്യം, പക്ഷേ എനിക്ക് ഈ ആദരവ് വലിയൊരു കാര്യമാണ്. കാരണം ഇന്ന് ലോക വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ കേരളത്തിലുള്ള ശക്തരാണ്, പ്രാപ്തരാണ് എന്ന് അറിയുന്ന ഒരു സംഘം സ്ത്രീകളുടെ മുന്നിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടാക്കി തന്ന ഒരു വേദി. ആ വേദിയിൽ ഞാൻ വളരെ അഭിമാനത്തോടെ നിൽക്കുന്നു. ഒപ്പം എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് പ്രമുഖ വ്യക്തികൾ, കുസുമ മാഡം പറഞ്ഞു എന്നെ ആർക്കും അറിയില്ല, എന്നെ അറിയുന്ന കുറച്ചു പേരേ ഉള്ളൂ. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ്, ഒരു പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ മാഡത്തിന്റെ സ്നേഹം എന്താണ്, മാഡത്തിന്റെ കരുതൽ എന്താണ് എന്ന് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അതിവിടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ വീട്ടിലെ ഒരു കുട്ടി, എൻ്റെ സ്വന്തം എന്ന് പറയാനാവില്ല, പക്ഷെ എൻ്റെ സ്വന്തം പോലെ എൻ്റെ അടുത്തുണ്ടായിരുന്ന എൻ്റെ അയൽപ്പക്കത്തെ കുട്ടി, അവൾക്ക് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് നടന്ന ഒരു ദിവസം, അതിനടുത്ത ദിവസം അവൾക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നു. ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വളർത്തിയ ഒരു കുട്ടി, ഞങ്ങൾ തമ്മിൽ 4-5 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. വളരെ പെട്ടെന്ന് അവള് രോഗശയ്യയിലാകുന്നു. അവളെ എനിക്ക് കുറേ ദിവസങ്ങൾ കാണാതിരിക്കാൻ ഉള്ള ഒരു സാഹചര്യം, അവൾ ഹോസ്പിറ്റലിലാണ്. പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ചോദിക്കുന്നു എങ്ങനെയാണ് അവിടെ ഡോക്ടേഴ്സ്, നമുക്കറിയില്ല. എൻ്റെ മുന്നിൽ ഒരുപക്ഷെ ആദ്യം വന്നൊരു ക്യാൻസർ പേഷ്യന്റ് അവളായിരിക്കും. അന്ന് അവൾ എപ്പോഴും പറയുന്ന ഒരു പേരായിരുന്നു കുസുമ ആന്റി, കുസുമ ആന്റി, കുസുമ ആന്റി. അങ്ങനെ ഞാൻ കാണുന്നതിന് മുന്നേ മാഡത്തിനെ ഒരുപാട് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്ന വ്യക്തിയാണ്. ഇന്ന് ഞങ്ങളിവിടെ ഭദ്രദീപം തെളിയിക്കുന്ന സമയത്ത് മാഡത്തിന്റെ ചെരുപ്പ് ഇങ്ങനെ എൻ്റെ കാലിൽ വന്നു, ഞാനതെന്റെ കൈ കൊണ്ടെടുത്ത് കൊടുത്തു. അതെനിക്കൊരു തെറ്റായി തോന്നിയില്ല. അപ്പൊ എന്നെ തടഞ്ഞു, ഇല്ല ഒരാളുടെയും ചെരുപ്പ് നമ്മളെ അങ്ങനെ എടുക്കരുത്. പക്ഷെ ഞാൻ തിരുത്തി, ഈ ചെരുപ്പ് എടുക്കുന്നത് ഞാൻ അഭിമാനത്തോടെ. അതെന്താ കാര്യം, അത് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മാഡത്തിനെ എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെ എനിക്ക് പറയാൻ, മാഡത്തിനെ കാണാൻ, ആ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്കിവിടെ അങ്ങനെ ഒരു അവസരം ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി മനോജ് സാറിന്, കലാമേഡത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം നല്ല നല്ല വാക്കുകൾ, വളരെ ശക്തിയായ ഒരു സ്ത്രീയാണ് എനിക്ക് മുന്നേ സംസാരിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം മാഡം പറഞ്ഞൊരു വാക്ക്, ബോധമില്ലാത്തവർക്കുള്ളതാണ് ബോധ്യം. അതെ, ബോധമില്ലാത്ത സ്ത്രീകളാണല്ലോ എനിക്കാരുമില്ല എന്ന് കരഞ്ഞ് ആത്മഹത്യ ചെയ്യാനും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്യുന്നത്. ബോധമില്ലാത്തവരുടെ സംഘടനയാണെന്ന് ഉറക്കെ പറഞ്ഞ മാഡവും ബോധ്യത്തിന്റെ കരുത്തായി മാറും എന്നുറപ്പാണ്. ഒപ്പം ഈ സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും, എന്തായാലും വളരെ സന്തോഷം. ബോധ്യത്തോടൊപ്പം ഇവരൊക്കെ പറഞ്ഞതുപോലെ പ്രായം കൊണ്ട് അവരെക്കാളും കുസുമ മാഡത്തിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ജൂനിയർ ആണെങ്കിൽ പോലും എൻ്റെ മനസ്സുകൊണ്ട്, എന്നെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പിന്തുണ കൊണ്ട് ബോധ്യത്തിനോടൊപ്പം, മനോജ് സാറിനോടൊപ്പം, കലാമാഡത്തിനോടൊപ്പം എപ്പോഴും ഞാൻ പ്രതിനിധീകരിക്കുന്ന കർമ്മ ന്യൂസും ഉണ്ടാകും. വളരെ സന്തോഷം.